ഏവർക്കും നമസ്കാരം. പ്രിയ കൂട്ടുകാരെ, ഹയർ സെക്കൻഡറി 12ാം ക്ലാസ് മലയാള പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു സഹായിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മളുടെ ആദ്യ യൂണിറ്റ് എഴുത്തകം എന്ന യൂണിറ്റിലെ അവസാന ഭാഗം, അവസാനത്തെ ഒരു പാഠം നിങ്ങൾക്കറിയാം, അവകാശങ്ങളുടെ പ്രശ്നം. അതിലേക്ക് വളരെ എളുപ്പമുള്ള ഒരു പാഠമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് രണ്ട് ആശയങ്ങൾ വിട്ടുപോയെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. സിനിമ പാട്ടുകൾ ആസ്വദിക്കാത്തവരായി നമ്മളിൽ ആരും ഉണ്ടാവില്ലല്ലോ. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ഒരു സിനിമയിലെ 2 വരി പാടിക്കൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. പാലപ്പൂവേ നിന്തിരുമംഗല്യത്താലി തരൂ, മകരനിലാവേ നീ എന്നേഹാരക്കോടി തരൂ. നമ്മുടെ മലയാളത്തിൻ്റെ വാനമ്പാടി KS ചിത്രയുടെ മധുര ശബ്ദത്തിൽ കേരളക്കര ആകെ ഉയർന്നു കേട്ട ഒരു കാലഘട്ടത്തിൻ്റെ പാട്ട് ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ ഈ പാട്ട് ആസ്വദിക്കാത്തവരായി നമ്മളിൽ ആരും ഉണ്ടാവില്ല. ഈ സിനിമയുടെ തിരക്കഥാകൃത്തായ മലയാളത്തിൻ്റെ പ്രസിദ്ധ നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത് എന്ന പേരിൽ അറിയപ്പെട്ട വളരെ ശാന്തനായ ഒരു മനുഷ്യൻ P. പത്മരാജൻ യശശരീരനാണ്, ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ സാധാരണ കഥകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. അവകാശങ്ങളുടെ പ്രശ്നം. P. പത്മരാജൻ, ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു, വളരെ ശാന്തനായ ഒരു വ്യക്തി, ഒരു സന്യാസിയുടെ പോലെയുള്ള ജീവിതം. അദ്ദേഹത്തിൻ്റെ കഥകൾ പ്രതിമയും രാജകുമാരിയും, നക്ഷത്രങ്ങളെ കാവൽ എന്നീ 2 നോവലുകൾ, അതുപോലെ കഥാസമാഹാരങ്ങൾ P. പത്മരാജന്റെ കഥകൾ, കരിയിലക്കാറ്റ് പോലെ, പ്രഹേളിക തുടങ്ങിയവ എല്ലാം ആസ്വാദകരുടെ മനസ്സിൽ നിന്നും കുടികൊള്ളുന്നുണ്ട്. ഈ കഥ പരീക്ഷയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കഥയാണ്. കാരണം എന്താണെന്നോ, നാം ആസ്വദിക്കുന്ന മറ്റ് ചെറുകഥകളിൽ നിന്ന് ഒരു വ്യത്യസ്തത നമുക്കിത് വായിച്ച കുട്ടികൾക്ക് തന്നെ അറിയാം. ക്ലാസ്സിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, തുടർന്നും വായിക്കുമ്പോൾ നമുക്കറിയാം ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് കരുതുന്ന കാര്യങ്ങളാണ് ഈ കഥയിൽ നമ്മൾ കാണുന്നത്. നമ്മുടെ ഈ കൊച്ചു ജീവിതവും അത് തന്നെയാണ്. നീറ്റിലെ പോളയ്ക്ക് തുല്യമാം ജീവനെ പോറ്റുവാൻ എത്ര ദുഃഖിക്കുന്നു മനുഷ്യ എന്നാണല്ലോ കവി പാടുന്നത്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ജീവിച്ചു തീർക്കേണ്ട ഈ ജീവിതത്തിൽ നാം നിലനിൽപ്പിനായി എന്തെല്ലാം പോരാട്ടങ്ങൾ നടത്തുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത്, അസ്തിത്വമെന്ത്, എത്ര നാൾ ഈ മനുഷ്യ ജീവിതം നിലനിൽക്കും നമുക്കറിയാം. ദൈവം നൽകിയ ജീവിതം, അതിന് ദൈവത്തോട് നന്ദി പറയുമ്പോൾ തന്നെ നാം ചിന്തിക്കുക, മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ശരീരം മാത്രമല്ല, ആത്മാവ് കൂടി ഉൾപ്പെട്ടതാണ്. മരണത്തോടുകൂടി ശരീരം ഇല്ലാതാവുന്നു, ആത്മാവെന്നും നിലനിൽക്കുന്നു. പക്ഷേ കുട്ടികളായ നിങ്ങളും നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്, ഞാൻ എൻ്റെ നിലനിൽപ്പ്. ഈ കഥ നമ്മളെ ഏറെ കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ കഥയിലേക്ക് കടക്കാം, അതിനുശേഷം മറ്റു കാര്യങ്ങൾ. ശ്രദ്ധിക്കുക. അവകാശങ്ങളുടെ പ്രശ്നം. ഒരു തെരുവാണ് കഥയിലേക്ക് ആദ്യം കടന്നു വരുന്നത്. ഒരു തെരുവ്, നമുക്കറിയാം, 4 കൂട്ടിമുട്ടുന്ന ഒരു ജംഗ്ഷൻ. ഇവിടെ ഈ തെരുവ് നമുക്ക് പരിചയമില്ലാത്തൊരു തെരുവാണ്. പ്രത്യേകത എന്തായാലും നോക്കാം. മരിച്ചവരുടെ, നമ്മുടെ കഥയിലേക്ക് കടക്കുമ്പോൾ ആദ്യ വാചകം തന്നെ അതാണ്. മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവായിരുന്നു അത്. നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ നമ്മെ വേർപെട്ടു പോകുമ്പോൾ അവരുടെ സ്മരണകൾ മനസ്സിൽ ഒളിപ്പിക്കുന്നത് പോലെ തന്നെ അവരുടെ മനോഹരമായ മുഖങ്ങളും നമ്മുടെ ഓർമ്മയിൽ തെളിയാൻ നാം ഏറ്റവും ഭംഗിയുള്ള രീതിയിൽ സ്റ്റുഡിയോയിൽ അല്ലെ ചിത്രകാരനെ കൊണ്ട് വരപ്പിച്ചത് സൂക്ഷിച്ചു വെക്കും. ഇവിടെ ഏതു തരത്തിലുള്ള ചിത്രങ്ങളും തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉപഭോക്താവിന് കിട്ടുന്ന ഒരു കടയല്ല, ധാരാളം കടകൾ, അനവധി കടകൾ, ആയിരക്കണക്കിലധികം കടകളുള്ള ആ തെരുവ്. അതാണ് ഈ തെരുവിൻ്റെ ഒരു പ്രത്യേകത. ഒന്നുകൂടെ പറയാം. മരിച്ചവരുടെ ഛായാപടങ്ങൾ ധാരാളം ലഭിക്കുന്ന അനവധി കടകൾ. മറ്റൊരു പ്രത്യേകത, ഈ കടകൾ 24 മണിക്കൂറും തുറന്നിരിക്കുന്നു. ഇനി ധാരാളം ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. കഥയിലേക്ക് വരാം. മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവായിരുന്നു അത്. ഒരു ഉച്ചയ്ക്ക് നമ്മുടെ കഥാനായകൻ ദിവാകരൻ
വിയർത്ത് കിതച്ച് അവിടേക്ക് കയറി ചെന്നു. അയാൾ ആദ്യമായിട്ടാണ് ആ ഭാഗത്ത് വരുന്നത് എന്ന് അയാളുടെ പരിഭ്രമത്തിൽ നിന്ന് വായനക്കാർക്ക് ബോധ്യമാവും. പ്രിയ കുഞ്ഞുങ്ങളെ, കഥയാണ്. കഥയിൽ മുഴുകി നമ്മുടെ മനസ്സ് പൂർണ്ണമായി ഉപയോഗിക്കുക. പിന്നെ നമുക്ക് ആവർത്തിച്ചൊരു ചോദ്യോത്തരം പഠിക്കേണ്ട ആവശ്യമില്ല. കഥ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മളുടെ കയ്യിൽ ഒരു ആശയം കിട്ടിയാൽ അതിനെ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഉത്തര പേപ്പറിലേക്ക് നമുക്ക് പ്രകടിപ്പിക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ഈ വീഡിയോ കേട്ടിരിക്കണേ. ഒരു ഉച്ചയ്ക്ക് ഒരാൾ, ഞാൻ പറഞ്ഞു കഥയിലെ നായകൻ ദിവാകരൻ, വിയർത്ത് കിതച്ച് അവിടേക്ക് കയറി ചെന്നു. അയാൾ ആദ്യമായിട്ടാണ് ആ ഭാഗത്ത് വരുന്നത്. കാരണം അയാളുടെ മുഖത്ത് അപരിചിതമായ ഒരു നോട്ടമുണ്ട്, ഒരു ഭാവമുണ്ട്, ഒരു പകച്ചു നോട്ടം. അത് വിളിച്ചറിയിച്ചു ഇയാൾ ഈ തെരുവിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഛായാചിത്രങ്ങൾ കച്ചവടം ചെയ്യുന്നവർക്ക് അദ്ദേഹത്തിന്റെ ആഗതന്റെ അമ്പരപ്പ് പെട്ടെന്ന് മനസ്സിലായി. അവർ ഇത്തരം എത്ര പകച്ച മുഖങ്ങളെ നിത്യേന കാണുന്നതാണ്. എന്താ നിങ്ങളുടെ പേര്? കച്ചവടക്കാരൻ. കച്ചവടക്കാരെല്ലാം ആകാംക്ഷയോടെ വളരെ സ്നേഹത്തോടെ അയാളോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, ദിവാകരൻ. എന്താ ദിവാകരന് വേണ്ടത്? എനിക്ക് കുറെ ചിത്രങ്ങൾ കിട്ടിയാൽ കൊള്ളാമായിരുന്നു, ദിവാകരൻ കടക്കാരനോട് പറഞ്ഞു. എല്ലായിടത്തും ഞാൻ എനിക്ക് വേണ്ട ചിത്രങ്ങൾ അന്വേഷിച്ചു. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനി പോകാത്ത ഒരു ഇടവുമില്ല. ഈ കടയിലെങ്കിലും അത് ഉണ്ടാവുമോ? അവസാനം ഇന്നിപ്പോൾ മാത്രമാണ് അറിഞ്ഞത്. ഒരു പക്ഷേ നിങ്ങളുടെ തെരുവിൽ നിന്ന് എനിക്കത് കിട്ടിയേക്കുമെന്ന്. ധാരാളം പ്രദേശങ്ങൾ ഞാൻ അലഞ്ഞു എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഛായാചിത്രങ്ങൾ കിട്ടാൻ. പക്ഷേ നിരാശ മാത്രമാണ് എനിക്കുണ്ടായത്. അപ്പോഴാണ് ഒരാൾ എന്നോട് പറഞ്ഞത്, ഈ തെരുവിൽ വന്നാൽ താങ്കൾക്ക് വേണ്ട ആ ചിത്രം ലഭിച്ചേക്കാം. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അയാൾ വിവശനായി കഴിഞ്ഞിരുന്നു. വിവശൻ, തളർച്ച ബാധിച്ചവൻ. അയാളുടെ നെറ്റിത്തടത്തിൽ പുതിയ ഗോളങ്ങൾ ഉണ്ടായി. ഗോളങ്ങൾ നമുക്കറിയാം, അസ്വസ്ഥനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ നെറ്റിത്തടങ്ങളിലേക്ക് വിയർപ്പ് മണികൾ കുമിഞ്ഞുകൂടും. അപ്പോൾ യാത്രാ ക്ലേശങ്ങൾ, ഒപ്പം തന്നെ താൻ അന്വേഷിച്ച ഛായാചിത്രം കിട്ടാത്തതിലുള്ള നിരാശ, സങ്കടം, ഇതെല്ലാം കൂടി അയാളെ തളർത്തി. അയാളുടെ നെറ്റിത്തടത്തിൽ പുതിയ ഗോളങ്ങൾ ഉണ്ടായി. നിങ്ങൾക്ക് കിട്ടിയ അറിവ് ശരിയാണ്. ഈ തെരുവിൽ വന്നാൽ ഒരു പക്ഷേ താങ്കൾ അന്വേഷിക്കുന്ന താങ്കളുടെ മാതാപിതാക്കളുടെ ചിത്രങ്ങൾ കിട്ടിയേക്കാം. നിങ്ങൾക്ക് കിട്ടിയ അറിവ് ശരിയാണ്. ഒരു കച്ചവടക്കാരൻ കച്ചവടക്കാർക്ക് മാത്രം സ്വായത്തമായ സ്വന്തമായ ഒരു നിർവികാരതയോടെ അറിയിച്ചു. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിൽ ചെല്ലുമ്പോൾ ആ കടയിലെ കച്ചവടക്കാരൻ അഥവാ സെയിൽസ് ബോയ്, സെയിൽസ് ഗേൾ നിങ്ങളെ പാൽ പുഞ്ചിരിയോടെ എതിരേൽക്കും. അവർക്ക് അതിനുള്ള നയങ്ങൾ അറിയാം. കച്ചവടത്തിൻ്റെ ഒരു തന്ത്രമാണത്. വരുന്ന വ്യക്തിയോട് മുഖം മുഷിയാതെ, ചുളിയാതെ മനോഹരമായി ഇടപഴകുക, അതിനുള്ള എല്ലാ ട്രെയിനിങ്ങും നൽകിയാണ് അയാളെ അയക്കുന്നത്. ഇതുപോലെ അവർക്ക് ലാഭം മാത്രമാണ് ചിന്ത. വരുന്ന ആളുടെ ബുദ്ധിമുട്ടുകൾ അവർക്ക് അറിയില്ല. കച്ചവടക്കാർക്ക് മാത്രം സ്വായത്തമായ ഒരു നിർവികാരതയോടെ അറിയിച്ചു, ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. ദിവാകരന്റെ മുഖം സന്തോഷം കൊണ്ട് വികസിച്ചു. ഓ, ആശ്വാസമായി. ഇനി മറ്റു കടകൾ അന്വേഷിക്കേണ്ടല്ലോ. സഹായിക്കുമോ? അയാൾ ചോദിച്ചു. ശരിക്കും. കച്ചവടക്കാർക്ക് ചിരി വന്നു. ഒരു കൂട്ടച്ചിരിക്കിടിയിൽ അവർ പരസ്പരം കണ്ണുകളിൽ നോക്കി. തങ്ങൾക്കിരെ ഒരു ഇരയെ കിട്ടി. ഈ ഇരയെ ഇനി എങ്ങനെയെങ്കിലും പിഴിഞ്ഞെടുക്കണം. ഞങ്ങൾ പാതി നിങ്ങൾ പാതി, അതാണല്ലോ പ്രമാണം. ഞങ്ങൾ താങ്കളെ സഹായിക്കാം. അവരിൽ ഒരാൾ സൗമ്യമായി പറഞ്ഞു. നിങ്ങൾക്ക് ഈ തെരുവിലെ ഏത് ഛായാചിത്രവും പരിശോധിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം തന്നാൽ തൽക്കാലം തൃപ്തിപ്പെടാമല്ലോ അല്ലേ? ഇരുഭാഗത്തുമുള്ള കടകളിൽ ധാരാളം അസംഖ്യം ചിത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു. അവയുടെ സംഖ്യ ദിവാകരനെ അതിശയപ്പെടുത്തി. ഇന്ന് വരെ ഒരു കടയിലും കാണാത്ത അത്രമാത്രം ചിത്രങ്ങൾ അവിടെയുണ്ട്. അനവധി മുഖങ്ങൾ, അനവധി കണ്ണുകൾ. അവയിൽ പലതും താൻ അറിയുന്നവയാണെന്ന് ദിവാകരന് തോന്നി. മൺമറഞ്ഞു പോയ പലരുടെയും ചിത്രങ്ങൾ ആ കടയിൽ ദിവാകരൻ കാണാൻ സാധിച്ചു. അപ്പോഴാണ് അദ്ദേഹം ഓർത്തത്, എത്രയോ പേർ, ഇവരൊക്കെ അന്തരിച്ചവരാണോ? അവയിൽ പലതും താൻ അറിയുന്നവയാണെന്ന് ദിവാകരന് തോന്നി. ഓരോ ചിത്രവും മുന്നിലെത്തുമ്പോൾ അയാൾ വിചാരിച്ചു, ഇതാ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ. പക്ഷേ ഒത്തിരി ഛായാചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ മനുഷ്യ സഹജമായ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം വന്നു. ഒരു ഓർമ്മപ്പിശക്, ഒരു ഓർമ്മക്കുറവ് കൂടുതൽ കണ്ടു കഴിയുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു അവസരത്തിൽ പെട്ടിട്ടുണ്ടാവാം. ഒരു ചുരിദാർ വാങ്ങാൻ
ഒരു ഷർട്ട് വാങ്ങാൻ ധാരാളം സെലക്ഷനുള്ള ഒരു കടയിൽ ചെന്ന നമ്മുടെ മനസ്സിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ആ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടാൽ നമ്മൾക്കെല്ലാം ഇഷ്ടമാകും. പിന്നെ ഏത് എടുക്കണമെന്നുള്ള സംശയമാകും. ഒക്കെ വാരി വലിച്ചിട്ടിട്ട് അവസാനം ഏതെങ്കിലും ഒരെണ്ണം കൊണ്ട് തൃപ്തിപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് ചിലപ്പോൾ നമ്മളിൽ ആരെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. ഇവിടെ ഈ അവസ്ഥ നമ്മുടെ കഥാനായകൻ ദിവാകരന് വരുന്നു. കുറെ ചിത്രങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും ഛായാചിത്രമാണോ എന്നൊരു സംശയം ഉടലെടുത്തു. പെട്ടെന്ന് തന്നെ അയാൾക്ക് മനസ്സിലായി ഇതല്ല. ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മുഖങ്ങൾ കണ്ടെത്താനാവാതെ അദ്ദേഹം വിഷമിക്കുകയാണ്. ആ മുഖത്തിന്റെ ഓർമ്മ പോലും ആ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നു. അങ്ങനെയാണ് മനുഷ്യ മനസ്സ്. നമുക്കിപ്പോൾ പ്രിയപ്പെട്ട ആളുകളെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ ഇഷ്ടം കുറഞ്ഞ് അവരെ മാറ്റി നിർത്താറുണ്ടല്ലോ. ഇതാ എൻ്റെ അച്ഛൻ, ഇതാ എൻ്റെ അമ്മ. പക്ഷെ അയാൾക്ക് ഒരിക്കലും ആവശ്യമുള്ള ചിത്രങ്ങൾ കിട്ടിയതേയില്ല. ആദ്യത്തെ കട വിട്ടിറങ്ങുമ്പോൾ നിരാശനായി അയാൾ ആ കടയിൽ നിന്നിറങ്ങി. കച്ചവടക്കാരനോട് ചോദിച്ചു, ഒരു കടയിൽ കണ്ട ചിത്രങ്ങൾ അടുത്ത കടയിൽ ഉണ്ടാവുകയില്ലല്ലോ അല്ലേ? അങ്ങനെ ഉറപ്പൊന്നുമില്ല. എന്താണ് ഉത്തരം? ഒരു കടയിൽ ഉള്ള ചിത്രങ്ങളൊക്കെ തന്നെയാണ് അടുത്ത കടയിലും ഉണ്ടായിരിക്കുക. പരീക്ഷയെ സംബന്ധിച്ച് നിങ്ങളെ അല്പം ഒന്ന് കുഴയ്ക്കുന്ന ഒരു ചോദ്യം വന്നേക്കാം. ദിവാകരന്റെ ചോദ്യം നോക്കുക. ഒരു കടയിൽ കണ്ടത് വേറൊരു കടയിൽ കാണുകയില്ലല്ലോ അല്ലേ? എന്താണ് ഉത്തരം? ഒരു കടയിൽ കണ്ട സാധനങ്ങൾ അടുത്ത കടയിലും അതേപോലെ തന്നെ കണ്ടേക്കാം. കിട്ടുന്ന പടങ്ങൾ മുഴുവൻ ഞങ്ങൾ ശേഖരിച്ചു വെക്കുന്നു. ഒരു പടം തന്നെ ചിലപ്പോൾ എല്ലാ കടകളിലും കണ്ടെന്നിരിക്കും. ദിവാകരന് ആകെ പരിഭ്രമമായി. ഇനി എന്താണ് ചെയ്യുക? ഉച്ചയ്ക്ക് വന്നു, കുറെ അധിക സമയം ചെലവഴിച്ചു. രണ്ടാമത്തെ കടയിൽ നിന്ന് പരിശോധനയും കഴിഞ്ഞ് അയാൾ വീണ്ടും നിരാശനായി അടുത്ത കട ലാക്കാക്കി ഇറങ്ങുകയാണ്. അയാൾ ചോദിച്ചു ആ കടക്കാരനോട്, ആ നിരാശനായി ഇറങ്ങുന്ന കണ്ട നമ്മുടെ ദിവാകരനോട് ആ കച്ചവടക്കാരൻ ഒരു ചോദ്യം ചോദിച്ചു. ഏതെങ്കിലും കുറെ പടങ്ങൾ പോരെ? ഇന്നത് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് അത്ര ബുദ്ധിയാണോ? വെറുതെ സമയം പാഴാക്കണം. ഒരിക്കൽ കൂടി നോക്കുക കുഞ്ഞുങ്ങളെ. ഏതെങ്കിലും കുറെ പടങ്ങൾ പോരെ? ഇന്നതു തന്നെ വേണം, ഇത് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് അത്ര ബുദ്ധിയാണോ? വെറുതെ സമയം പാഴാക്കണ. രണ്ടാമത്തെ കടയിൽ ഇറങ്ങിയപ്പോൾ കച്ചവടക്കാരൻ ദിവാകരനോട് ചോദിച്ച ചോദ്യം ഇത് ഒരു പക്ഷേ പരീക്ഷയെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിലപ്പെട്ട ഒരു വാചകമാണ്. കാരണം ഫോട്ടോ കച്ചവടക്കാരെ സംബന്ധിച്ച് ഒരു ഉൽപ്പന്നം മാത്രമാണ്. ഒരു ഉൽപ്പന്നം, ഒരു കച്ചവട ചരക്ക്, അത് വിറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് ലാഭം മതി. കൊണ്ടുപോകുന്ന ആള് പിന്നെ എന്ത് ചെയ്യുന്നു എന്ന് അയാൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു ഫോട്ടോ പോരെ എന്ന് ചോദിക്കുന്നത്. എനിക്ക് വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങളാണ് ഞാൻ തിരക്കുന്നത്. കണ്ടവൻ്റെ ഒന്നും പടം എനിക്ക് ആവശ്യമില്ല. ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ ചിത്രം ഞാൻ തിരയുന്നു. എനിക്ക് മറ്റുള്ളവരുടെ ചിത്രമൊന്നും ആവശ്യമില്ല. അല്പം ശോഭിച്ച് ലേശം ഒന്ന് ദേഷ്യപ്പെട്ട്, ക്ഷോഭം, ദേഷ്യം. ദിവാകരൻ ആ രണ്ടാമത്തെ കടയിലെ കച്ചവടക്കാരനോട് മറുപടി പറഞ്ഞു. മൂന്നാമത്തെ കച്ചവടക്കാരൻ ചോദിച്ചു, വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയുവാൻ കഴിയും എന്നെന്താ ഉറപ്പ്? ശ്രദ്ധിക്കാം. മൂന്നാമത്തെ കടയിലെ കച്ചവടക്കാരൻ ദിവാകരനോട് ചോദിക്കുന്ന ചോദ്യം ആരോട് എപ്പോൾ പറഞ്ഞു എന്ന രൂപത്തിൽ നിങ്ങൾക്ക് ചോദിക്കാം. സന്ദർഭം വ്യക്തമാക്കുക. വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്നെന്താ ഉറപ്പ്? മൂന്നാമത്തെ കടയിൽ നിന്ന് നിരാശനായി ഇറങ്ങേണ്ടി വരുമ്പോൾ കച്ചവടക്കാരൻ ചോദിക്കുന്ന ചോദ്യം. ഇനി കുട്ടികളായി നിങ്ങൾക്ക് മുൻപ് വായിച്ചപ്പോൾ അറിയാം, നമ്മൾക്കൊരു കഥ പറഞ്ഞു വരുമ്പോൾ ആ താല്പര്യം നഷ്ടമാവും. എങ്കിലും മാസ്റ്റർ ഇത് പറയാതെ തൽക്കാലം നിവൃത്തിയില്ല. ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം. കാരണം കച്ചവടക്കാരൻ അറിയാം ദിവാകരൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയല്ല, മരിച്ചയാളാണ്. മരിച്ചവർക്ക് ശരീരങ്ങളില്ല. ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ മരിച്ചവരുടെ ചിത്രങ്ങൾ കാണാനും കണ്ടാൽ അത് തിരിച്ചറിയാനും സാധിക്കൂ. അതുകൊണ്ടാണ് മൂന്നാമത്തെ കടയിലെ കച്ചവടക്കാരൻ ചോദിക്കുന്നത്, വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് എന്താണ് ഉറപ്പ്? എനിക്കറിയാം, ദിവാകരൻ തന്നോട് തന്നെ പറഞ്ഞു, പിറുപിറുത്തു. എങ്കിലും ആ ചോദ്യം അയാളെ ചെറുതായിട്ടൊന്ന് കുഴക്കുക, വിഷമിപ്പിക്കുക. എന്ത് ചോദ്യമാണ് ദിവാകരനെ വിഷമിപ്പിച്ചത്? വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കണ്ടാൽ താങ്കൾ തിരിച്ചറിയുമോ? എന്താണ് ഉറപ്പ്? ആര് ചോദിച്ചു? മൂന്നാമത്തെ കടയിലെ കച്ചവടക്കാരന്റെ ചോദ്യം. ഒരു പക്ഷേ പിന്നിട്ട അസംഖ്യം, ധാരാളം ഛായാപടങ്ങളിലൊന്ന് അച്ഛൻ്റേതായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അപ്പൊ ദിവാകരന് തന്നെ സംശയമായി. കുറേ സമയം അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ബുദ്ധിക്ക്
ഒരല്പം ചാഞ്ചല്യം വന്നോ എന്നൊരു സംശയം. അച്ഛൻ്റെയും അമ്മയുടെയും മുഖങ്ങൾ ഒരിക്കലും മറന്നു പോകാതിരുന്ന ആ ബുദ്ധിയിലേക്ക് അച്ഛൻ്റെ രൂപം തെളിയുന്നില്ല. 10,000-കണക്കിന് ചിത്രങ്ങൾ ഒറ്റ മധ്യാഹ്നം ഉച്ചസമയം താൻ പരിശോധിച്ചു കഴിഞ്ഞിരുന്നു. കണ്ട് ഏതാണ്ട് എല്ലാ പടങ്ങളും ഒരേപോലെയാണെന്ന് വരെ അയാൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. സന്ധ്യയായപ്പോൾ 16-ാമത്തെ കട വരെ അയാൾ അന്വേഷിച്ചു. ആ തെരുവിൽ തൊട്ട് സ്ഥിതി ചെയ്യുന്ന കടകൾ 16-ാമത്തെ കടയിൽ അയാൾ അന്വേഷിക്കുകയാണ്. ആ കടയിൽ നിന്ന് വെറും കൈയുമായി ദിവാകരൻ ഇറങ്ങി. അദ്ദേഹത്തിന് തൻ്റെ മാതാപിതാക്കളുടെ ഛായാചിത്രങ്ങൾ ലഭിച്ചില്ല. അയാൾക്ക് നന്നേ ക്ഷീണം തോന്നി. അതുവഴി കടന്നുപോയ ഒരു വഴി യാത്രക്കാരനെ വിളിച്ചു നിർത്തി അയാൾ ചോദിച്ചു, ഈ തെരുവിൽ എത്ര കടകളുണ്ട്? വഴിയാത്രക്കാരനോട് അയാൾ ചോദിക്കുകയാണ്, സുഹൃത്തെ, ഈ തെരുവിൽ എത്ര കടകളുണ്ട്? എനിക്കറിയില്ല, ആരും ഇതുവരെ കണക്കെടുത്തിട്ടില്ല എന്ന് മാത്രം അറിയാം. അയാൾ പറഞ്ഞു, 1000-കണക്കിന് കടകൾ ഉണ്ടാവണം. ദിവാകരൻ അമ്പരന്ന് പോയി. ഈശ്വര, 16 കട കയറി ഇറങ്ങിയപ്പോൾ താൻ വയ്യാതായി. ദിവാകരനെ സംബന്ധിച്ച് അതൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ഒരു തെരുവിൽ ഒരേപോലുള്ള ചിത്രങ്ങൾ വിൽക്കുന്ന 1000-കണക്കിന് കടകളോ? ഇനി എത്ര മുഖങ്ങളിലൂടെ കണ്ണോടിച്ചാലാണ് കണ്ണോടിക്കുക? ആ മുഖങ്ങളൊക്കെ ഒന്ന് നോക്കി കാണുക. തനിക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ ലഭിക്കാൻ പോകുന്നതെന്ന് അയാൾ അത്ഭുതപ്പെടുകയായിരുന്നു. എന്നിട്ടും അയാൾ ശ്രമം ഉപേക്ഷിച്ചില്ല. ദിവാകരന്റെ സ്വഭാവത്തിലേക്ക് ഒരു വെളിച്ചം വീശുന്നൊരു പ്രസ്താവന നോക്കുക. ഒരു കാര്യം നടത്താൻ ആഗ്രഹിച്ചാൽ അതിൽ തന്നെ അയാൾ ഉറച്ചു നിൽക്കുന്നു. അയാൾ ശ്രമം ഉപേക്ഷിച്ചില്ല. രാത്രിയായതോടെ തെരുവിൽ വിളക്കുകൾ തെളിഞ്ഞു. ഓരോ കച്ചവടക്കാരനും അവനവന്റെ കട കഴിയുന്നത്ര ഭാവനാപൂർണമായി വെളിച്ചം കൊണ്ട് നിറയ്ക്കാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ദിവാകരന് ശ്രദ്ധിക്കും മക്കളെ. ഓരോ കച്ചവടക്കാരനും രാത്രിയായപ്പോൾ അവരുടെ കടകൾ ദീപം കൊണ്ട് അലങ്കരിക്കുന്നു. കടയിൽ പ്രഭ നിറയ്ക്കാൻ, ആകർഷകമായി ആ കടയിലെ വസ്തുക്കൾ പ്രദർശിപ്പിക്കാൻ ഓരോ കടക്കാരനും മത്സരിച്ചാണ് ദീപം പ്രയോഗിക്കുന്നത്, ദീപാലങ്കാരങ്ങൾ നടത്തുന്നത്. അതും ഭാവനയ്ക്കനുസരിച്ച്. എന്നാൽ വീണ്ടും ബന്ധപ്പെടുക, ബുദ്ധിമുട്ടുക. എന്നാൽ വീണ്ടും 2-3 കടകൾ കൂടി പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് ആ വെളിച്ചത്തിന് പിന്നിൽ ഒരു ചതിവുണ്ടെന്ന് മനസ്സിലായത്. ശ്രദ്ധിക്കാം, വെളിച്ചത്തിന് പിന്നിൽ ഒരു ചതിവുണ്ടോ? കുട്ടികളായി നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒരു മത്സ്യ മാർക്കറ്റ് മനസ്സിലേക്ക് കൊണ്ടുവരിക. കൊതിയാവുന്നുണ്ടല്ലേ? ശ്രദ്ധിക്കുക, മത്സ്യ മാർക്കറ്റിലേക്ക് മത്സ്യങ്ങളുടെ മുകളിൽ നിന്ന് കൃത്യമായി വെളിച്ചം അതിലേക്ക് പതിയാവുന്ന രീതിയിലാണ്. നമ്മൾ ആലോചിക്കും, മത്സ്യത്തിന് എന്തിനാണ് വെളിച്ചം? ചിന്തിക്കാറുണ്ടോ? കൂടുതൽ മിഴിവോടെ കാണാൻ. വേണ്ട, മത്സ്യ മാർക്കറ്റ് നിങ്ങൾ വിട്ടേക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജുവലറി, ഒരു ടെക്സ്റ്റൈൽ ഷോറൂം. സാധാരണ നിങ്ങൾക്ക് പരിചയമുള്ളത്, നിങ്ങൾ വസ്ത്രം വാങ്ങാൻ പോകുന്ന തിരക്കുള്ള ഒരു കട. അവിടെ ചെല്ലുമ്പോൾ തന്നെ വഴിയിൽ നിന്ന് നിങ്ങൾക്കറിയാം, ദീപപ്രഭ കൊണ്ട് മുങ്ങി നിൽക്കുന്ന ഒരു മനോഹരമായ കട. അതിനുള്ളിൽ നിങ്ങളെ വരവേൽക്കുന്ന ഭംഗിയുള്ള ആളുകൾ, അവരുടെ സുന്ദരമായ ചിരി, ആ ചിരിയെ വെല്ലുന്ന രീതിയിൽ ധാരാളം ചിത്രപ്പണികൾ കൊണ്ട് അലങ്കരിച്ച ഭിത്തികൾ. നമുക്ക് തന്നെ അറിയില്ല, നമ്മളുടെ രൂപം 15-20 കാണാം, ഇല്ലേ? അങ്ങനെയുള്ള കണ്ണാടികൾ. കച്ചവടക്കാർക്കൊരു വിദ്യയുണ്ട്, അവരുടെ ഉൽപ്പന്നം ഭംഗിയായിട്ട് പ്രദർശിപ്പിക്കുക. വാങ്ങാൻ വരുന്ന ആ വ്യക്തി, ഉപഭോക്താവിന്റെ മനസ്സിൽ ആകർഷണം തോന്നണം. ഇവിടെ കച്ചവടക്കാരുടെ ആ വെളിച്ചത്തിന് വലിയൊരു ചതിവുണ്ട് എന്നെപ്പോഴും മനസ്സിലാന്ന് നോക്കുക. ഛായാപടങ്ങൾ സൂക്ഷിക്കുന്ന മുറികളിലെ വെട്ടത്തിന് ഏതാണ്ട് ഒരേ സ്വഭാവമാണ് ഉള്ളതെന്ന് അയാൾക്ക് തോന്നി. ഒരേ തരം പ്രകാശം. ആ പ്രകാശത്തിന്റെ ധാരാളിത്വത്തിൽ മുഖങ്ങൾക്കും ഏകാന്തത വീണിരിക്കുന്നു. മുഖങ്ങൾക്ക് പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല. പ്രകാശം എല്ലാം കൂടി വന്ന് അവ പ്രഭയോടിരിക്കുന്നു എന്നല്ലാതെ കാണുന്നവർക്ക് ഏകദേശം ചിത്രങ്ങളെല്ലാം ഒന്നുപോലെ തോന്നുന്നു. എല്ലാം നല്ല മിഴിവുള്ള ചിത്രങ്ങൾ. രാത്രി കനത്തു, രാത്രി ഏറെ കടന്നു. ദിവാകരൻ തൻ്റെ ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങിയില്ല. പ്രകാശത്തിന്റെ കബളിപ്പിക്കലിനെ അതിജീവിക്കുക, മറികടക്കുക, നേരിട്ട് വിജയം നേടുക. ആവശ്യമുള്ള ചിത്രങ്ങൾ തന്നെ കൈക്കലാക്കുമെന്ന് അയാൾ പ്രതിജ്ഞയെടുത്തു. ഒരു ഭയം മാത്രമാണ് അയാൾക്ക് തടസ്സമായത്. ഛായാചിത്രങ്ങളുടെ സമുദ്രങ്ങൾ തന്നെ പിന്നിട്ടതുകൊണ്ട്
തനിക്ക് ആവശ്യമുള്ള മുഖങ്ങൾ ഏതെന്ന് അയാൾ കുറേശ്ശെ മറന്നു. നോക്കൂ, മാതാവിൻ്റെയും പിതാവിൻ്റെയും ചിത്രങ്ങൾ തൻ്റെ നെഞ്ചിലുണ്ട്, ഹൃദയത്തിലുണ്ട്. അത് മറന്നു പോകുന്ന ഒരവസ്ഥ സംജാതമാകുന്ന എപ്പോഴാന്ന് നോക്കുക. അനവധി ഛായാചിത്രങ്ങൾ തിരഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ അന്വേഷിച്ചു വന്ന ചിത്രങ്ങളുടെ ആ മുഖം അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു, മനുഷ്യൻ എന്ന വാക്ക് മരണമുള്ളവനാണ്. അവൻ്റെ അസ്തിത്വം എന്തുമാത്രമാണ് എന്ന് ചിന്തിക്കാൻ ഈ അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയിലൂടെ ലേഖകൻ നമ്മളെ സഹായിക്കുകയാണ്. മനുഷ്യ ജീവിതം എത്ര നിസ്സാരമാണ്. ഇവിടെ ദിവാകരൻ കുറേയധികം ചിത്രങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ പ്രിയപ്പെട്ടവരുടെ മൺമറഞ്ഞു പോയ ഉറ്റവരുടെ മുഖം മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു തോന്നൽ. നമ്മൾ പ്രകാശം ജലം പോലെയാണ് എന്ന പാഠത്തിൽ മുൻപ് പഠിച്ചു. മാജിക്കൽ റിയലിസം, യാഥാർത്ഥ്യത്തെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കൽ. ഇത് യാഥാർത്ഥ്യമാണ്. മരിച്ചവരുടെ ചിത്രങ്ങളുണ്ട്, അവർ മൺമറഞ്ഞു പോയി, അവരുടെ രൂപങ്ങൾ ദിവാകരന്റെ ഹൃദയത്തിലുണ്ട്. പക്ഷേ ഇവിടെ വായനക്കാരന്റെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടം. എന്താണ് ദിവാകരൻ തൻ്റെ മാതാപിതാക്കളെ കണ്ടെത്താൻ ഇത്ര ബുദ്ധിമുട്ട് വരുന്നത്? മനുഷ്യന്റെ അവസ്ഥ നോക്കുക. ഛായാചിത്രങ്ങളുടെ സമുദ്രങ്ങൾ തന്നെ പിന്നിട്ടതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള മുഖങ്ങൾ ഏതെന്ന് അയാൾ കുറേശ്ശെ മറന്നു തുടങ്ങിയിരുന്നു. അവസാനം കയറിയ കടയിൽ നിന്ന് ഇതാ എൻ്റെ അച്ഛൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഏതോ ഒരു വൃദ്ധന്റെ പടം വാരി വലിച്ചെടുക്കാൻ തുടങ്ങിയ സംഭവം അയാളുടെ ആത്മവിശ്വാസം ചെറുതായി ഉലച്ചിരുന്നു. അയാളുടെ ആത്മവിശ്വാസത്തിന് ഒരു ചെറിയ മങ്ങൽ വന്നു, പോറൽ വന്നു. എന്താ കാരണം? ഇതാ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് അയാൾ കുറെ ചിത്രത്തിനുള്ളിൽ നിന്ന് ഒരു ചിത്രം തിരഞ്ഞെടുത്തു. പക്ഷേ പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി താൻ കബളിപ്പിക്കപ്പെട്ടു, തനിക്ക് തെറ്റുപറ്റി, ഇത് എൻ്റെ അച്ഛനല്ല. അങ്ങനെ പാതിരാവായി. മുതൽ തുടങ്ങിയ ജോലി പാതിരാത്രിയായി. ദിവാകരൻ നന്നേ ക്ഷീണിച്ച് അവശനായി. ഈ കടകൾ അടയ്ക്കാറില്ലേ? ഒരു പുതിയ കടയിലേക്ക് കയറിക്കൊണ്ട് അയാൾ അന്വേഷിച്ചു. ഇല്ലല്ലോ. കടക്കാരൻ പറഞ്ഞു, ഞങ്ങൾക്ക് രാത്രിയും പകലും എന്ന ഭേദമില്ല, ഭേദം വ്യത്യാസം. നിങ്ങൾക്കറിയാം, വലിയ പട്ടണങ്ങൾ ഒക്കെ ഇന്ന് പകലെന്ന് രാത്രി എന്ന് വ്യത്യാസമില്ലാതെ മുഴുവൻ സമയം തുറന്നു വെക്കുകയാണ്. കാരണം എപ്പോഴും സന്ദർശകരുടെ കടയിൽ. മനുഷ്യന്റെ ജീവിതം അങ്ങനെ യന്ത്രങ്ങളുടെ പോലെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ പണ്ടതായിരുന്നില്ല അവസ്ഥ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രാത്രിയും പകലും എന്ന വ്യത്യാസമില്ല. ആ മറുപടി അയാളെ കൂടുതൽ തളർത്തി. ഇവർക്ക് വിശ്രമം വേണ്ടേ? ഒരു ഇടവേള കിട്ടിയിരുന്നെങ്കിൽ, അല്പം ഒന്ന് ആശ്വസിക്കാൻ ഒരു ചെറിയ ഇടവേള കിട്ടിയിരുന്നെങ്കിൽ എന്ന് ദിവാകരൻ ആഗ്രഹിച്ചു. പടങ്ങൾ നോക്കി കൺപോളകൾക്ക് കനം വെച്ചിരിക്കുന്നു. പുതിയൊരു പടത്തിലേക്ക് മിഴി ഊന്നുമ്പോഴേക്ക് കണ്ണിൽ നിന്ന് ചാടുന്ന അവസ്ഥ. കുഞ്ഞുങ്ങളെ, ഈ ഒരു വാചകം മനസ്സിൽ സൂക്ഷിച്ചു വെക്കണം. പരീക്ഷയെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വാചകം. പടങ്ങൾ നോക്കി കൺപോളകൾക്ക് കനം വച്ചിരിക്കുന്നു. പുതിയൊരു പടത്തിലേക്ക് മിഴി കണ്ണ് ഊന്നുമ്പോഴേക്ക് കണ്ണിൽ നിന്ന് ചാടുന്ന അവസ്ഥ. ഇങ്ങനെ ഒരവസ്ഥ ദിവാകരന് സംജാതമാകാനുണ്ടായ സന്ദർഭം എഴുതുക. ഇതാണ് ചോദ്യം. ഒന്നുകൂടെ പറയാം. പടങ്ങൾ നോക്കി കൺപോളകൾക്ക് കനം വെച്ചിരിക്കുന്നു. നമ്മളെ ഇടയിലുള്ള ചില കുഞ്ഞുങ്ങൾ, എല്ലാവരുമല്ല, കൂടുതൽ സമയം മൊബൈലിൽ ചെലവഴിച്ചാൽ അവരുടെ കണ്ണുകൾക്ക്, ആ കണ്ണുകളിൽ നോക്കുമ്പോൾ അറിയാം, നിദ്രാഭാരം ഉള്ള കണ്ണുകളുടെ ഒരു അവസ്ഥയാവും. ഇതുപോലെ ഉച്ച സമയത്ത് ആ തെരുവിലേക്ക് ഒരു അപരിചിതൻ കടന്നു വരുന്നു. നമ്മുടെ ദിവാകരൻ വന്ന് ധാരാളം കടകൾ കയറി ഇറങ്ങി കിട്ടിയ ചിത്രങ്ങളൊക്കെ തിരഞ്ഞു നോക്കി. അയാളാകെ ക്ഷീണിച്ചു, തളർന്നു. ഏറ്റവും ഒടുവിൽ ഇതാ പാതിരാവായപ്പോൾ ഈ കടയിൽ വന്ന് കയറി. അങ്ങനെ അയാൾക്ക് ഇതുവരെ തൻ്റെ ലക്ഷ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചിത്രങ്ങൾ തിരഞ്ഞ് അയാളാകെ അവശനായി. പടങ്ങൾ നോക്കി കൺപോളകൾക്ക് കനം വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് തന്നെ തോന്നി, തൻ്റെ കണ്ണുകൾ തന്നെ വഞ്ചിക്കുന്നുണ്ടോ? ഇനി ഒരു പക്ഷേ തൻ്റെ മാതാപിതാക്കളുടെ ചിത്രങ്ങൾ കണ്ടാൽ തനിക്ക് തിരിച്ചറിയാൻ പറ്റാഞ്ഞിട്ടാവുമോ? ആ ഒരു സംശയം വരെ എത്തിയപ്പോൾ ചിത്രങ്ങൾ തിരഞ്ഞ് അയാളുടെ കൺപോളകൾ കനം വെച്ചു. പുതിയൊരു പടത്തിലേക്ക് കണ്ണുകൾ ഊന്നുമ്പോഴേക്ക് കണ്ണിൽ നിന്ന് കണ്ണുകൾ അടർന്നു പോകുന്ന ഒരവസ്ഥ.
നിങ്ങൾ ആകെ അവശനായിരിക്കുന്നു. കടക്കാരൻ ദിവാകരന്റെ തോളിൽ തട്ടി പറഞ്ഞു, വിശ്രമിക്കൂ താങ്കൾ. ഇനി നേരം പുലരാൻ അല്പസമയമുള്ളൂ. നേരം പുലർന്നിട്ട് താങ്കൾക്ക് യാത്രയാവാം. എനിക്ക് ക്ഷീണമൊന്നുമില്ല. നല്ല ആഗ്രഹമുള്ള ഒരു വ്യക്തി, നമ്മൾ ഇംഗ്ലീഷ് പറയും വിൽ പവറുള്ള ഒരു വ്യക്തി. എനിക്ക് അല്പം പോലും ക്ഷീണമില്ല. ദിവാകരൻ ഉന്മേഷം നടിച്ചു അഭിനയിച്ചു. താൻ ഉന്മേഷവാനാണെന്ന് അയാൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ബന്ധുക്കളുടെ ചിത്രങ്ങൾ തിരയട്ടെ. പുതിയൊരു ഉത്സാഹത്തോടെ അയാൾ കടയ്ക്കുള്ളിലേക്ക് കയറിപ്പോയി. അസംഖ്യം ചിത്രങ്ങളുടെ നിരയ്ക്ക് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ അവിടെയും പകച്ചു. അച്ഛൻ്റെ അമ്മയുടെയും ചിത്രം നോക്കി പരാജിതനായി അദ്ദേഹം വീണ്ടും തൻ്റെ മൺമറഞ്ഞു പോയ ബന്ധുക്കളുടെ ചിത്രങ്ങൾ തിരയുകയാണ്. അവിടെയും അയാൾ നിരാശനാകുന്നു. തല കറങ്ങുന്നത് പോലെ അയാൾക്ക് തോന്നി. മുഖങ്ങളുടെ സാദൃശ്യം അയാളെ വിഷമിപ്പിച്ചു. എനിക്കൊരിക്കലും ആ ചിത്രങ്ങൾ കിട്ടാൻ പോകുന്നില്ല. കണ്ടാൽ പോലും അവയെ ഞാൻ തിരിച്ചറിയാൻ പോകുന്നില്ല. അയാൾ സ്വയം പെറുപിറുത്തു. ഈ സമുദ്രത്തിൽ നിന്ന് ആ വാചകം ഒന്ന് ശ്രദ്ധിക്കുക. എനിക്കൊരിക്കലും ആ ചിത്രങ്ങൾ കിട്ടാൻ പോകുന്നില്ല. കണ്ടാൽ പോലും അവയെ ഞാൻ തിരിച്ചറിയാൻ പോകുന്നില്ല. അയാൾ സ്വയം പെറുപിറുത്തു. ഈ വാചകത്തിൽ നിന്ന് കുട്ടികളായി നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ദിവാകരൻ ചിത്രങ്ങൾ നോക്കി സ്വയം മറന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. അയാൾക്ക് അയാളെ തന്നെ ഓർമ്മയില്ലാത്തൊരവസ്ഥയിലേക്ക്, ആ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥ. അപ്പോഴേക്കും കടയ്ക്കുള്ളിലേക്ക് 2 കൊച്ചു കുട്ടികൾ കടന്നു വന്നു. 6ഉം 7ഉം വയസ്സായ 2 ആൺകുട്ടികൾ. അവരുടെ നല്ല പ്രസരിപ്പുള്ള ചൊടിയുള്ള കാലടി ശബ്ദം ആ സമയത്ത് ദിവാകരനെ ഭയപ്പെടുത്തി. അയാൾ ഒരു മൂലയിലേക്ക് മാറി ഭിത്തിയിൽ ചാരി നിന്നു. ശ്രദ്ധിക്കുക, 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, അവർക്ക് 6ഓ 7ഓ വയസ്സുള്ള 2 ആൺകുട്ടികൾ. അവരുടെ ആ കടയിലേക്കുള്ള പ്രവേശനം ദിവാകരനിൽ ഉണ്ടാക്കിയ പരിവർത്തനം എന്താന്ന് നോക്ക്. നമുക്കറിയാം, പരിചയമില്ലാത്തവരെ കാണുമ്പോൾ നമ്മൾക്ക് അപരിചിതത്വം തോന്നാം. ദിവാകരന്റെ ഭാവം നോക്കുക. ദിവാകരൻ ഭയന്നു. അയാൾ ഒതുങ്ങി ഭിത്തിയുടെ ഒരു വശത്തേക്ക് മാറി നിന്നു. കൃത്യമായിട്ട് ഓർക്കണേ, ആ കുട്ടികളുടെ കാലടി ശബ്ദം ആ സമയത്ത് ദിവാകരനെ ഭയപ്പെടുത്തി. അയാൾ ഒരു മൂലയിലേക്ക് മാറി ഭിത്തിയിൽ ചാരി നിന്നു. നിങ്ങൾ ചിന്തിക്കുക, കൊച്ചു കുട്ടികളെ നമുക്കൊക്കെ ഇഷ്ടമാണ്. പിന്നെ എന്തുകൊണ്ടാവാം ദിവാകരന് ഈ കുട്ടികളുടെ മുഖം കണ്ടപ്പോൾ ഒരു മനസ്സിനൊരു വിങ്ങൽ, ഒരു ഭയം, ഒരു വിഭ്രമം? കഥയുടെ അവസാനം നമുക്കത് ബോധ്യമാകും. പുറത്ത് ആ കുട്ടികൾ പോയി കഴിഞ്ഞ് തിരച്ചിൽ തുടരുകയാകും ബുദ്ധിയെന്ന് അയാൾ ചിന്തിച്ചു. അയാൾ ഒതുങ്ങി നിന്നു. കുട്ടികൾ തിരിഞ്ഞ് വേഗം പൊയ്ക്കൊള്ളട്ടെ. പുറത്ത് തെരുവിൽ വെളുപ്പാൻ കാലമാകുന്ന ദിവാകരൻ കണ്ടു. പടങ്ങൾ നോക്കി കുട്ടികൾ അയാൾ നിൽക്കുന്ന ആ അടുത്തേക്കെത്തി. ദിവാകരനെ കണ്ട് കുട്ടികൾ നിന്നു. അവരുടെ കണ്ണുകൾ അയാളുടെ തുറന്ന കൺപോളകളിൽ തറച്ചു. തുറന്നു നിൽക്കുന്ന ആ കൺപോളകളിൽ ആ കുട്ടികളുടെ കണ്ണുകൾ പതിഞ്ഞു. അവരുടെ തിരച്ചിൽ തൻ്റെ മുന്നിൽ ഒടുങ്ങുന്നു, അവസാനിക്കുന്നു എന്ന് ദിവാകരൻ ഭയത്തോടെ അറിഞ്ഞു. അതിശയം ശ്രദ്ധിക്കുക. കുട്ടികൾ ഛായാചിത്രം അന്വേഷിച്ചു വന്ന അവർ അവിടെ മുഴുവൻ തിരഞ്ഞിട്ട് കിട്ടാതെ ദിവാകരൻ നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തി. ചിത്രം തിരയുന്ന കൂട്ടത്തിൽ ദിവാകരന് മനസ്സിലായി ആ കുട്ടികളുടെ കണ്ണുകൾ തുറന്നിരിക്കുന്ന തൻ്റെ മുഖത്തേക്കാണ് പതിക്കുന്നത്. ആ കുട്ടികൾ ആ ദിവാകരന്റെ തുറന്ന കൺപോളകളിലേക്ക് സൂക്ഷിച്ചു നോക്കി നിൽക്കെ കുട്ടികളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിശബ്ദരായി കുട്ടികൾ കരയാൻ തുടങ്ങി. കുട്ടികൾ അന്വേഷിച്ച് വന്നത് കിട്ടി. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ കഥയുടെ രഹസ്യത്തിന്റെ ചുരുൾ അഴിയാൻ തുടങ്ങുന്നു. കുട്ടികൾക്ക് വേണ്ടത് കിട്ടി. നമുക്കറിയാം, മരിച്ചവരുടെ ഛായാചിത്രം മാത്രം വിൽക്കുന്ന കട. അവിടെ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ വന്നത് അവരുടെ അച്ഛൻ്റെ ചിത്രം നോക്കിയാണ്. അവർക്കത് ലഭിച്ചു. അവരുടെ ചേഷ്ടകൾ നോക്കുക. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ നിശബ്ദമായി കരയാൻ തുടങ്ങി. ആ കരച്ചിൽ കണ്ടു നിൽക്കുക വിഷമമായിരുന്നുവെങ്കിലും എന്ത് ചെയ്യണമെന്ന് നിശ്ചയമില്ലാതിരുന്നത് കൊണ്ട് ദിവാകരൻ അവിടെ തന്നെ നിന്നു. ഏറെ നേരത്തെ കരച്ചിലിന് ശേഷം അവർ കടക്കാരനെ അകത്തേക്ക് വിളിച്ചു. ഇതാ, ഈ പടമാണ് ഞങ്ങൾ ഇത്രയും സമയം തിരഞ്ഞുകൊണ്ടിരുന്നത്. ഏങ്ങലടികൾക്കിടയിൽ അവർ പറഞ്ഞു. ശ്രദ്ധിക്കാം കുട്ടികളുടെ ആ സംഭാഷണം. ഏങ്ങലടിച്ച് പറയാനുള്ള വാക്കുകൾ
തൊണ്ടയിൽ കുരുങ്ങി സങ്കടത്തോടെ ഗദ്ഗദകണ്ഠരായി കുട്ടികൾ പറഞ്ഞു നോക്കുക കച്ചവടക്കാരനോട്, ഇതാ ഈ പടമാണ്, ഈ ചിത്രമാണ് ഞങ്ങൾ ഇതുവരെ അന്വേഷിച്ചിരുന്നത്. ഈ വാചകത്തിന്റെ അർത്ഥം നോക്കുക. അവരുടെ പിതാവായ ദിവാകരൻ, അപ്പൊ നിങ്ങൾക്ക് ബോധ്യമായി, ഒരു ചിത്രമായി മാറി, ജീവനുള്ള വ്യക്തി ആയിരുന്നില്ല. കടക്കാരൻ ദിവാകരനെ ഒരു വലിയ കടലാസ് കൂട്ടിലാക്കി ഭംഗിയായി പൊതിയാൻ തുടങ്ങി. ഈ കഥയുടെ ഒരു അസാധാരണത്വം നമ്മള് കഥയിലേക്ക് കടന്നപ്പോൾ പറഞ്ഞിരുന്നു. ഈ പത്മരാജന്റെ ഈ കഥയ്ക്ക് മറ്റു കഥകളിൽ നിന്നുള്ള ചില സവിശേഷതകൾ. ഒന്ന്, നമുക്ക് പരിചയമില്ലാത്ത മരിച്ചവരുടെ ഛായാചിത്രങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവ്. അങ്ങനെയുള്ള കടകൾ പകലന്തിയോടൊപ്പം മുഴുവൻ സമയം തുറന്നിരിക്കുക. മറ്റൊരു പ്രത്യേകത നമ്മൾ കണ്ടു. ദിവാകരനെ ഒരു കടലാസ് പെട്ടിയിലാക്കിയിട്ട് കുട്ടികൾക്ക് കാഴ്ചവെക്കുന്നു. കാരണം മരിച്ചവരുടെ ഛായാചിത്രങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവായിരുന്നല്ലോ അത്. ഈ പത്മരാജന്റെ കഥകൾ സമ്പൂർണത്തിൽ നിന്നെടുത്തൊരു കൊച്ചു കഥ. കഥ ഇവിടെ പൂർണ്ണമാകുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, ആകാംക്ഷയുടെ അതിശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ഈ കഥ ഓരോ കുട്ടിക്കും ഓരോ അനുഭവമായി മാറട്ടെ. ഒരു നിമിഷം നമുക്ക് ചിന്തിക്കുക. ഇത്തിരി മാത്രം ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന മനുഷ്യ ജീവിതത്തിൽ ഓരോരുത്തരും എന്തെങ്കിലും നന്മകൾ ചെയ്ത് ഈ ജീവിതത്തെ ധന്യമാക്കാൻ ശ്രമിക്കുക. ഈ കഥ വായിച്ചു കഴിയുമ്പോഴാണ് നാം മനസ്സിലാകുന്നത് ദിവാകരന് എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ ബന്ധുക്കളുടെ ചിത്രങ്ങൾ തിരിച്ചറിയാൻ പറ്റാതിരുന്നത്. കാരണം ജീവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ മരിച്ചവരുടെ ചിത്രങ്ങൾ തിരയാനും അത് കണ്ടുപിടിക്കാനും സാധിക്കുകയുള്ളൂ. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ജീവിതം നമുക്ക് ദൈവം നൽകിയ മഹത്തായ ഒരു ദാനമാണ്. മനുഷ്യ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ ചെയ്ത് നമ്മുടെ കൊച്ചു ജീവിതത്തെ നമുക്ക് ധന്യമാക്കാം. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ എഞ്ചിനീയർ ആയിക്കൊള്ളട്ടെ, ഭാവിയിൽ ഡോക്ടർ ആയിക്കൊള്ളട്ടെ, ഏത് ജീവിതാന്തസ്സിലാണെങ്കിലും കഴിയുന്നത്ര നന്മകൾ ചെയ്ത് ഈ കൊച്ചു ജീവിതം നമുക്ക് ധന്യമാക്കാം. ഇനി നമ്മൾ പാഠത്തിന്റെ അവസാനം കുറച്ച് ചോദ്യങ്ങൾ, അതിലേറ്റവും പ്രസക്തമായ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഈ കുഞ്ഞു വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇതാ ഈ പടമാണ് ഞങ്ങൾ തിരിഞ്ഞുകൊണ്ടിരുന്നത്. ഏങ്ങലുകൾക്കിടയിലൂടെ അവർ പറഞ്ഞു നിർത്തി. അല്പം മുമ്പ് മാസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. കഥാ സന്ദർഭത്തിലുള്ള പ്രാധാന്യം എന്താ? കുട്ടികളിലെ ഈ ഏങ്ങലടികളോടുകൂടിയുള്ള ഈ സംസാരത്തിന് കഥയുടെ അവസാനം തീർച്ചയായിട്ടും ബോധ്യമാകുന്നു. വായനക്കാരൻ്റെ ആ അമ്പരപ്പിക്കുന്ന രീതിയിൽ ദിവാകരൻ മരിച്ച വ്യക്തിയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഈ ഒരു അവസരത്തിലാണ്. കഥയിലെ തെരുവിൻ്റെ പ്രത്യേകതകൾ മുമ്പ് മാസ്റ്റർ പറഞ്ഞു. അസംഖ്യം കടകൾ, ധാരാളം കടകളുള്ള ഒരു തെരുവ്, ഒരേപോലുള്ള ചിത്രങ്ങൾ വിൽക്കുന്ന ആയിരക്കണക്കിന് കടകൾ. പിന്നെ നമ്മൾ കണ്ടു വെളിച്ചത്തിന്റെ അതിപ്രസരമുള്ള ഒരു തെരുവ്, ഉപഭോക്താക്കളെ സംശയപ്പെടുത്തിക്കൊണ്ട് ഏത് ചിത്രം തിരഞ്ഞെടുക്കണമെന്ന് നമ്മളെ സംശയിപ്പിക്കുന്ന രീതിയിൽ വെളിച്ചത്തിന്റെ ഒരു പ്രയോഗം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് മനസ്സുകൊണ്ടുവരിക. വാങ്ങാൻ വരുന്നയാൾ തന്നെ വിൽപ്പന ചരക്കാകുന്നതാണ് അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയിൽ നാം കാണുന്നത്. ഈ വൈരുദ്ധ്യം കഥയെ ആസ്വാദ്യമാക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ടോ? ഒന്നുകൂടി ചോദ്യം പറയാം. വാങ്ങാൻ വരുന്ന ആളുകൾ തന്നെ വിൽപ്പനച്ചരക്കായി മാറുന്ന ഒരു അവസ്ഥ ഈ കഥയിൽ നമ്മൾ കണ്ടു. ഛായാചിത്രങ്ങൾ അന്വേഷിച്ചു വന്ന ദിവാകരന് ഒടുവിൽ ഒരു ചിത്രമായി അവിടെ ഇരിക്കേണ്ട ഒരവസ്ഥ ആയിരുന്നു. സത്യം നമുക്കറിയാം, അദ്ദേഹം മരണപ്പെട്ടവനായിരുന്നു. ആ സത്യം കഥയുടെ അവസാനമാണ് വെളിവാകുന്നത്. ഇത് ഈ കഥയെ ആസ്വാദ്യമാക്കുന്നതിൽ തീർച്ചയായിട്ടും ഒരു നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. വായനയുടെ അവസാന നിമിഷം വരെ ആകാംക്ഷ നിലനിർത്തി വായിക്കുക. അതാണ് ഒരു ചെറുകഥയുടെ ഒരു വളരെ മേന്മയെന്ന് പറയാവുന്നത്. നമുക്ക് ഒറ്റയിരിപ്പിൽ വായിക്കണം. ഓരോ വരികൾ വായിക്കും തോറും അടുത്ത വരി വായിക്കാനുള്ള താല്പര്യം ഉണ്ടാവണം. ആ കഥയുടെ അവസാനം വായനക്കാരനെ അതിശയിപ്പിക്കുന്ന രീതിയിൽ. പിന്നെ നാം കാണുന്നുണ്ട് കുട്ടികളുടെ വരവ് ദിവാകരനിൽ ഉണ്ടാക്കിയ മാറ്റം എന്ത്? ഭയം. ഒപ്പം തന്നെ ഒതുങ്ങി അയാൾ ഒരു മൂലയ്ക്ക് നിൽക്കുന്നു.
മറ്റൊരു ചോദ്യത്തിലേക്ക് കൂടി നിങ്ങളുടെ മനസ്സ് ഞാൻ കൊണ്ടുവരികയാണ്. ഫോട്ടോ അഥവാ ചിത്രം കച്ചവടക്കാരനിലും ദിവാകരനിലും കുട്ടികളിലും വ്യത്യസ്തമായ മതിപ്പാണ് ഉളവാക്കുന്നത്. ഫോട്ടോയെ കച്ചവടക്കാർ കാണുന്ന രീതിയിലല്ല ദിവാകരനും കുട്ടികളും കാണുന്നത്. എന്താണ് വ്യത്യാസമെന്ന് കൂടി ഓർമ്മിക്കുക. കച്ചവടക്കാർക്ക് ഫോട്ടോ എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നം മാത്രമാണ്. എന്നാൽ ദിവാകരനെ സംബന്ധിച്ച് അത് വളരെ വിലപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാരുടെ ചിത്രം, കുട്ടികൾക്ക് അവരുടെ പിതാവിൻ്റെ ചിത്രം. അപ്പം നോക്കുക, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനിരിക്കുന്ന കച്ചവടക്കാരനെ സംബന്ധിച്ച് വസ്തുക്കൾ മാത്രമാണ് ഫോട്ടോകൾ. പരീക്ഷയെ സംബന്ധിച്ച് മുൻപ് ഇതുപോലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. പരീക്ഷ അടുത്ത ഈ സന്ദർഭത്തിൽ കഥ നിങ്ങളുടെ ആഴത്തിൽ സ്പർശിക്കട്ടെ. നന്ദി.